കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു മേയർ നഗരം ഭരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരണം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടെ അധികാരത്തിലേറിയ ആര്യ രാജേന്ദ്രൻ എന്ന യുവ പ്രതിഭ ഇന്ന് അഴിമതിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുകയാണോ? സാനിറ്റേഷൻ വർക്കർ നിയമനം മുതൽ മുൻപുള്ള പല വിവാദങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഈ ബാലികാ സദനം ഭരണം എങ്ങോട്ടാണ് പോകുന്നത്? അതൊന്നും നമുക്ക് കണ്ടറിയണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇതൊരു താൽക്കാലിക ജോലിയല്ലേ എന്ന് ചോദിച്ച് തള്ളിക്കളയാൻ വരട്ടെ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വർണ്ണ ലിപിയിൽ എഴുതിയ ചരിത്രം പരിശോധിച്ചാൽ ഈ താൽക്കാലികക്കാരെല്ലാം പിന്നീട് സ്ഥിരം ജീവനക്കാരായി മാറിയത് കാണാം. അപ്പോൾ പിന്നെ എന്തിനാണ് PSC പോലുള്ള അനാവശ്യ സ്ഥാപനങ്ങൾ? പാവം ഉദ്യോഗാർത്ഥികൾക്ക് ഉറങ്ങാൻ വയ്യ. ഇവിടെ ജോലി കിട്ടാൻ പഠനവും കഴിവും ഒന്നുമല്ല മാനദണ്ഡം. പാർട്ടി ബന്ധം അല്ലെങ്കിൽ നേതാക്കന്മാരുമായുള്ള സ്വന്തം ബന്ധം, അത് മതി. ലിസ്റ്റ് നീളുകയാണ് വിവാദങ്ങളും. ഒന്നോ രണ്ടോ പേരല്ല ഈ അനധികൃത നിയമനങ്ങളുടെ പട്ടികയിലുള്ളത്. ആർക്കൊക്കെയാണ് ഈ നിയമനങ്ങൾ ലഭിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴക്കൂട്ടം CPM കൗൺസിലർ. തിരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ കൗൺസിലർ പദവി രാജിവെച്ച് ജോലിക്ക് കയറുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചിലവ് ഒഴിവാക്കി പാർട്ടിയുടെ സാമ്പത്തിക ശാസ്ത്രം സംരക്ഷിക്കാനാണോ ഈ നീക്കം? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാര്യ. പാർട്ടിക്ക് വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന സഖാവിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നത് ഒരു സമ്മാനമാവുമല്ലോ. അടുത്തത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാര്യയുടെ മകനാണ്. കുടുംബശ്രീ വഴി തൊഴിൽ കൊടുത്താൽ പോരായിരുന്നോ എന്ന് ആരും ചോദിക്കരുത്. ഇത് പാർട്ടിയിലെ ഏരിയ കളിക്ക് വേറെ ലെവലാണ്. അടുത്തത് കൗൺസിലർ ഉത്തമന്റെ മകന്റെ അമ്മ. പണ്ടേ തുടങ്ങിയ പാർട്ടി ബന്ധങ്ങൾ ഇപ്പോഴാണ് അധികാര കസേരയിൽ പ്രതിഫലിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നില്ലേ? അടുത്തത് മുൻ സഖാവിന്റെ മകന്റെ മോളുടെ അമ്മയാണ്. തലമുറകളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് ഈ വക സമ്മാനങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണല്ലേ? അടുത്തത് മുൻ MLA അച്ഛന്റെ മരുമകളുടെ ഭർത്താവിന്റെ മകൻ. ഈ ബന്ധങ്ങളെല്ലാം കൂടി ഒരു ചാർട്ട് വരച്ചാൽ അത് നമ്മുടെ പാർട്ടി സെൻസസ് എടുക്കുന്നതിലും വലുതായിരിക്കും. അടുത്തത് മേയറുടെ ഓഫീസിൽ ഡാറ്റ എൻട്രി ജോലി ചെയ്യുന്ന സഖാവാണ്. മേയറുടെ സ്വന്തം ഓഫീസിലെ സഖാവ് പുറത്തു വന്ന് ജോലിക്ക് അപേക്ഷിച്ചാൽ മതിയല്ലോ, അല്ലാതെ എവിടുന്നാ കിട്ടുക? അടുത്തത് പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ഭാര്യയുടെ ഭർത്താവ്. പാർട്ടിയാണ് എന്റെ ജീവിതം എന്ന് പറയുന്നവരുണ്ട്. ഇവർക്ക് ജീവിതം തന്നെ പാർട്ടിയാണ്. അടുത്തത് മേയറുടെ ഓഫീസ് സെക്രട്ടറിയുടെ അച്ഛന്റെ മരുമകൾ. എല്ലാം കുടുംബകാര്യങ്ങളാണല്ലോ. അതൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചില്ലെങ്കിൽ എങ്ങനെയാകും? പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ ഈ ലിസ്റ്റ് കാണുമ്പോൾ PSC കോച്ചിങ് സെന്ററുകളൊക്കെ ഇനി പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വരേണ്ടത് അക്കാദമിക് മികവല്ല, പാർട്ടി ബന്ധമാണ്. സാനിറ്റേഷൻ നിയമനം മാത്രമല്ല, നമ്മുടെ യുവ മേയർ മുൻപും ചില ബാലലീലകൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനങ്ങളെ കുറിച്ച് പാർട്ടി സെക്രട്ടറിക്ക് ഒരു കത്തയച്ച വിവാദം? CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന കവർ ലെറ്ററോടുകൂടി മേയർ എഴുതിയ ആ കത്ത് PSCക്ക് പകരം പാർട്ടി ഓഫീസാണ് നിയമനം നടത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. അന്ന് കുട്ടി ആയതുകൊണ്ട് പറ്റിയ തെറ്റാണ് എന്നൊരു ക്യാപ്സ്യൂൾ ഇറക്കി എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടു. ഇതും അതുപോലെ ചെറിയൊരു തെറ്റായി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമായിരിക്കും. അപ്പോ ഇതൊക്കെ തെറ്റാണെന്ന് സമ്മതിച്ചു തരുന്നുണ്ടെങ്കിൽ ഈ ആര്യ രാജേന്ദ്രൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ പഠിച്ചിരുന്നത് ആ അമ്മ എന്നതിന് ഉപരി ആ അഴിമതി എന്നാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ചോദ്യം ജനങ്ങളോടാണ്. ഇതെല്ലാം താൽക്കാലിക നിയമനമല്ലേ, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചിലർ ചോദിക്കും. സത്യം പറഞ്ഞാൽ PSC അംഗങ്ങളെ പിരിച്ചുവിട്ട് മേയർ ആര്യ രാജേന്ദ്രന് PSC ചെയർമാൻ ജോലി കൊടുക്കുക. അതാകുമ്പോൾ ഒരാൾക്ക് മാത്രം ശമ്പളം കൊടുത്താൽ മതിയല്ലോ. അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ മേയർ കുഞ്ഞല്ലേ, മുതിർന്നവർ ക്ഷമിക്കണം, കുഞ്ഞുങ്ങൾക്ക് ചെറിയ തെറ്റൊക്കെ പറ്റൂലേ എന്ന് ഒരു ക്യാപ്സ്യൂൾ ഇറക്കിയാൽ മതി. ജനങ്ങളുടെ കോടതിയിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന ഈ ബാലികേറാമല നിയമനങ്ങളെ കുറിച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഇടതുപക്ഷ സർക്കാരും എത്രയും പെട്ടെന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ഒരു ഭരണം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ ഇവർക്ക് ഏതെങ്കിലും കാലത്ത് കഴിയുമോ? അതോ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ കുസൃതികൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.